മിനൽ ഖത്വായ കമാ യുനക്ക സൗബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹാ വസൗജൻ ഖൈറൻ മിൻ സൗജിഹാ വഅദ്ഖിൽഹൽ ജന്നത വഅഇദ്ഹാ മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അങ്ങനെ പറയണം. ഇനി ഒരുപാട് മയ്യത്തുകളുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി ഇമാം ഒരുപാട് പേര് വായിച്ചു, ലിസ്റ്റ് ഒന്നിച്ച്. എന്നാൽ അവർക്ക് അവൾക്കെന്നോ അവന് നല്ല അവർക്ക് അപ്പൊ എങ്ങനെ പറയും? അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും വആഫിഹിം വഅക്രിം നുസുലഹും വവസ്സി മദ്ഖലഹും വഅസിൽഹും ബിൽമാഇ വസ്സൽജി വൽബർദി വഖിഹിം മിനൽ ഖത്വായ കമാ യുനക്ക സൗബുൽ അബിയദു മിനദ് ദനസി വഅബ്ദിൽഹും ദാറൻ ഖൈറൻ മിൻ ദാരിഹിം വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹിം വസൗജൻ ഖൈറൻ മിൻ സൗജിഹിം വഅദ്ഖിൽഹുമുൽ ജന്നത വഅഇദ്ഹും മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. അങ്ങനെയാണ് പറയേണ്ടത്. ഈ രീതിയിൽ ബഹുവചനമാക്കുക. ഇത് മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇനി മയ്യത്ത് കുട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥന കൂട്ടിച്ചേർക്കണം. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനം ഉണ്ടാകുവാനും ആ കുട്ടി നാളെ അവർക്ക് രക്ഷാകവചമാകുവാനുമുള്ള ഒരു പ്രത്യേക ദുആ ഉണ്ട്. അതെന്താണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലി അബവൈഹി വസലഫൻ വദുഖറൻ വഇദതൻ വഅതിബാറാ വശഫീഅൻ വസഖിൽ ബിഹി മവാസീനഹുമാ വഅഫ്രിഖിസ് സ്വബ്ര അലാ ഖുലൂബിഹിമാ എന്ന് പറയുക. വഅഫ്രിഖിസ് സ്വബ്ര അലാ ഖുലൂബിഹിമാ, ആ മാതാപിതാക്കളുടെ മനസ്സിന് സമാധാനം, ക്ഷമ കൊടുക്കണേ എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. വളരെ പ്രധാനമാണ്. ആ പ്രാർത്ഥന കൂടി കൂട്ടിച്ചൊല്ലാൻ നല്ലതാണ്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ. ശേഷം നാലാമത്തെ തക്ബീർ ചൊല്ലുക. നാലാമത്തെ തക്ബീർ ചൊല്ലിയതിനു ശേഷം മയ്യത്ത് നമസ്കാരം സലാം വീട്ടി അവസാനിപ്പിക്കുക. ഇവിടെ മൂന്നാമത്തെ തക്ബീറിന് ശേഷവും നാലാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അവസാനം സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഇങ്ങനെ സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാണ് മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം. ഇനി പൊതുവെ മയ്യത്ത് നമസ്കാരത്തിന് 7 ഫർളുകളുണ്ട്. അതുകൂടി പഠിച്ചു വെക്കണം. 7 ഫർള്. 1 നിയ്യത്ത് ചെയ്യുക. നിയ്യത്തില്ലാതെ മയ്യത്ത് നമസ്കരിച്ചിട്ട് ഫലമില്ല. 2 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം. നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ശരിയാവില്ല. 4 തക്ബീർ കൊണ്ടായിരിക്കണം. 1-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതണം. 2-ാം തക്ബീറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 6-ാമത്തേത് 3-ാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ. 7-ാമത്തേത് 1-ാമത്തെ സലാം വീട്ടൽ. 1-ാമത്തെ സലാം വീട്ടൽ ഫർദാണ്, 2-ാമത്തെ സലാം വീട്ടൽ സുന്നത്താണ്. ഈ നിസ്കാരത്തിന്റെ ഷർത്തുകൾ മറ്റു നിസ്കാരത്തിന്റെ ഷർത്തുകൾ പോലെ തന്നെ ഉദു ഉണ്ടാവണം, ഔറത്ത് മറക്കണം, മറ്റു നിബന്ധനകളൊക്കെ, നജസിൽ നിന്ന് ശുദ്ധിയാവണം. അതിന് പുറമെ മറ്റു നമസ്കാരങ്ങൾക്കുള്ള ഷർത്തുകൾക്ക് പുറമെ മയ്യത്ത് നമസ്കാരത്തിന് പ്രത്യേകമുള്ള ഒരു ഷർത്ത്, മയ്യത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞിരിക്കണം. കുളിപ്പിക്കൽ കഴിഞ്ഞ ശേഷമേ മയ്യത്ത് നമസ്കരിക്കാവൂ. കുളിപ്പിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കാവതല്ല. മയ്യത്ത് സ്ഥലത്തുണ്ടെങ്കിൽ നിസ്കാരത്തിന് മയ്യത്തിനേക്കാൾ മുന്നിൽ നിൽക്കാതിരിക്കൽ ഷർത്താണ്. മയ്യത്ത് മുമ്പിലുണ്ടെങ്കിൽ മയ്യത്തിനേക്കാൾ മുമ്പിൽ കയറി നിസ്കരിക്കരുത്. മറഞ്ഞ മയ്യത്തിന് ഇത് ബാധകമല്ല, വേറെ എവിടെയുള്ള മയ്യത്തിന് ബാധകമല്ല. ഇമാമ് തക്ബീറുകൾ ചിലത് ചൊല്ലിയ ശേഷം വന്ന് തുറന്നവൻ അഥവാ പിന്തി തുറന്നവൻ, ഇമാം ചില തക്ബീറൊക്കെ ചൊല്ലി 4 ഏതെങ്കിലും ചൊല്ലി അങ്ങനെ തുറന്നവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ തുടങ്ങി തന്റെ നിസ്കാരത്തിന്റെ ക്രമം അനുസരിച്ച്, അഥവാ അവൻ ആദ്യം ഫാത്തിഹ ആണല്ലോ ഓതേണ്ടത്, ആ ക്രമം അനുസരിച്ച് ദിക്ർ ചൊല്ലണം. ഇമാമിന്റെ സലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി തക്ബീറും ദിക്റും പൂർത്തിയാക്കുക. സാധാരണ നിസ്കാരം പോലെ തന്നെ. പിന്തി വന്ന് തുറന്നവരുടെ നിസ്കാരം തീരുന്നത് വരെ മയ്യത്ത് അവിടെ നിന്ന് നീക്കാതിരിക്കൽ സുന്നത്താണ്. അപ്പൊ പിന്തി വന്ന ആളുകള് നിസ്കാരം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇമാം നിസ്കാരം കഴിഞ്ഞു, എങ്കിലും ഇവരുടെയും കൂടി നിസ്കാരം കഴിഞ്ഞിട്ടേ മയ്യത്ത് നീക്കുന്നത് ഗുണകരമാകൂ. പിന്തി തുറന്ന ആള് 1-ാം തക്ബീർ ചൊല്ലിയ ഉടനെ ഇമാം 2-ാം തക്ബീർ ചൊല്ലിയാൽ മഅ്മൂമ് 2-ാം തക്ബീർ ചൊല്ലുകയും ഇമാമിനെ അനുഗമിക്കുകയും വേണം. അവൻ ഫാത്തിഹയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. സാധാരണ നിസ്കാരം പോലെ തന്നെ. മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് നിസ്കരിച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ ആരെങ്കിലും വന്നാൽ കബറിങ്ങിൽ നിന്ന് നിസ്കരിക്കലാണ് സുന്നത്ത്. കണ്ടിട്ടുണ്ടല്ലോ കബറിങ്ങിൽ പോയി നിസ്കരിക്കുന്നത്, മയ്യത്ത് മറവ് ചെയ്ത ഉടനെ. പ്രസവാനന്തരം കരയുകയോ പെടുകയോ ചെയ്ത ഒരു കുട്ടി പ്രസവിച്ചു, കുട്ടിയൊന്ന് പെടഞ്ഞു അല്ലെങ്കിൽ കരഞ്ഞു, ഉടനെ മരിച്ചും ചെയ്തു. എന്നാൽ വലിയവരെ പോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടണം. വലിയവരുടെ അതേ വിധി തന്നെ. ഇനി കരയലോ പടക്കലോ ഇല്ലാത്തൊരു ശിശു, കരഞ്ഞതുമില്ല പെടച്ചതുമില്ല, മരിച്ചു പ്രസവത്തില്, 4 മാസം തികഞ്ഞ പ്രസവമാണോ, എന്നാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടണം, നിസ്കരിക്കണ്ട. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുക, നിസ്കരിക്കണ്ട.
4 മാസം തികയുന്നതിന് മുമ്പാണ് മരണമെങ്കിൽ മറവ് ചെയ്യൽ മാത്രമേ നിർബന്ധമുള്ളൂ. 4 മാസമായിട്ടില്ല, മാംസപിണ്ഡം മറവ് ചെയ്താൽ മതി. എന്നാൽ മനുഷ്യരൂപം പൂർത്തിയായതായി കണ്ടാൽ, മനുഷ്യരൂപത്തിലുണ്ട്, 4 മാസമായിട്ടില്ല, എന്നാലും മനുഷ്യന്റെ രൂപമായിട്ടുണ്ട്, എന്നാൽ 4 മാസമായില്ലെങ്കിലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടണം, നിസ്കരിക്കേണ്ടതില്ല. ഈ നിബന്ധനകളൊക്കെ പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. സാധാരണ നമുക്കൊക്കെ എപ്പോഴും പലരും ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങളാണ്. ചെറിയ കുട്ടി മരിച്ചു, പെടഞ്ഞിരുന്നോ, കരഞ്ഞിരുന്നോ എന്നൊക്കെ അവരോട് ചോദിക്കേണ്ടി വരും. അത്തരം ആളുകൾക്ക് പൊതുവെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു. സാധാരണ സംഭവിക്കുന്നതല്ല, എന്നാൽ സംഭവിക്കുന്നതാണ് താനും. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമസ്കാരത്തിന്റെ സവിശേഷതകളും അതിന്റെ പ്രാധാന്യതകളും പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ അതിന്റെ കർമ്മപരമായ വശങ്ങളും പ്രായോഗിക രീതികളും അതിന്റെ ഇനങ്ങളും തിരിച്ചുകൊണ്ടുള്ള വിശകലനമാണ് നടത്തിയത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാസറ്റ് കണ്ട് പഠിച്ച് അവന്റെ നമസ്കാരം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ കൃതാർത്ഥരായി. അള്ളാഹു അതിന് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. വളരെ വ്യക്തമായി പറയുന്നു, ഇന്ന അഹമ്മ ഉമൂരിക്കും ഇന്ദി അസ്വല, നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം എന്റെ പക്കൽ നമസ്കാരം തന്നെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു, മൻ ഹഫിളഹ വഹഫള അലൈഹ, ആരെങ്കിലും ആ നമസ്കാരം സൂക്ഷ്മതയോടെ നിർവഹിച്ചു, യഥാവിധി അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്തു, വഹഫള അലൈഹ, ആ നമസ്കരിക്കുക എന്ന വിഷയത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചത് കാത്തു സൂക്ഷിച്ചു, ഹഫിള ദീനഹു, അവന്റെ മതത്തെ അവൻ സൂക്ഷിച്ചു, അമൻ ലയ്യഹ ഫഹുവ ലിമാ സിവാഹ അലിയ, നിസ്കാരത്തെ ഒരുത്തൻ പാഴാക്കുന്നുവെങ്കിൽ വേറെ എന്തും അവൻ പാഴാക്കും. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് പാഴാക്കാനും അവന് പ്രയാസമില്ല. ഇന്ന അഹദക്കും ഇദാ സ്വല്ലാ യുനാജി റബ്ബഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അഹദക്കും ഇദാ സ്വല്ലാ, നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിച്ചാൽ യുനാജി റബ്ബഹു, അവന്റെ റബ്ബിനോടാണ് അവൻ അഭിമുഖ സംഭാഷണം നടത്തുന്നത്, അവന്റെ റബ്ബിനോടാണ് അവൻ വ്യക്തമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, റഅ്സുൽ അംരി അൽ ഇസ്ലാം വഉമൂദുഹു വസ്സലാഹ്, തൗഹീദും റിസാലത്തും സംബന്ധിച്ചു പറയൽ ദീനിന്റെ മുഖ്യാംശമാണ്. റഅ്സുൽ അംരി അൽ ഇസ്ലാം വഉമൂദുഹു, ഈ നമസ്കാരം എന്ന് പറയുന്നത്, അസ്സലാത്തു നമസ്കാരം എന്ന് പറയുന്നത് ഉമൂദാണ്, ദീനിന്റെ അഥവാ തൂണാണ്, നിസ്കാരത്തിന്റെ സ്തംഭമാകുന്നു ഇത്. ഈ നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന് പൂർവികർ കൊടുത്ത പ്രാധാന്യം എത്രയാണ്? മഹത്തുക്കളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ. ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേട്ടാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കുമ്പോഴേക്കും വിറക്കുമായിരുന്നു. അദ്ദേഹം കരയും, കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പ് നനയുമായിരുന്നു, കണ്ണ് ചുവപ്പും ഞരമ്പ് ഇങ്ങനെ വീർക്കും, കണ്ണ് ചുവന്നിട്ട് ഞരമ്പ് വീർത്തിട്ട് ഒരു പ്രത്യേക ഭയഭക്തി, ആ ഭയപ്പാടിന്റെ രൂപം. അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കും, എന്താണ് ഇങ്ങനെ? അദ്ദേഹം പറയും, ബാങ്ക് വിളിക്കുന്നവൻ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വിശ്രമവും സുഖവും എല്ലാം നഷ്ടപ്പെടും, ഉറക്കം പറക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞതായി ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വുളൂ ചെയ്യാൻ തുടങ്ങിയാൽ ഭയത്താൽ മുഖം വിവർണമാകുമായിരുന്നു. ഇതെന്താണെന്ന് അദ്ദേഹത്തോട് ശിഷ്യഗണങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വേച്ഛാധിപതിയായ രാജാവിന്റെ മുമ്പിൽ എഴുന്നേൽക്കാനുള്ള സമയമായി. അദ്ദേഹത്തിന്റെ വാചകം അതായിരുന്നു. എന്ത് പ്രാധാന്യമാണ് മഹത്തുക്കളൊക്കെ അതിന് കൽപ്പിച്ചിട്ടുള്ളത്! അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ച മഹത്തായ ഉദാഹരണങ്ങളാണത്. ഈ രീതിയിൽ പൂർവീകർ നമസ്കാരത്തെ അത്ര ശ്രദ്ധിച്ചു, സൂക്ഷിച്ചു. അവർ വളരെ ശ്രദ്ധയോടെ ജീവിച്ചു. ആ രീതിയിൽ ജീവിക്കാൻ നമ്മളും ഈ നമസ്കാരം വളരെ ഭക്തിയോടെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിർവഹിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ, മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വന്നു ചാടിയത്? ഖാലൂ, നരകവാസികൾ പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഒന്നാമത് അവർ പറഞ്ഞ കാര്യം അതാണ്. ഖാലൂ, അവർ പറഞ്ഞു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുകയായിരുന്നു, വിനോദം നടത്തുന്ന ആളുകളുടെ കൂടെ. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, ഈ അന്ത്യനാളിനെ കുറിച്ച് പരിശുദ്ധ ദീനിന്റെ വിശ്വാസികളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ കളവാക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദത്തിറിൽ വ്യക്തമായി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് നമസ്കാരം ഒഴിവാക്കൽ. നമസ്കാരം ഒഴിവാക്കിയ മനുഷ്യന് പരിശുദ്ധത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകതകൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുഞ്ഞ് 7 വയസ്സായ നിസ്കാരം തീർച്ചയായും അനുഷ്ഠിച്ചിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ നമ്മൾ അടിക്കും, ചീത്ത പറയും. എന്നാൽ ഇത് ശ്രവിക്കുന്ന ആളുകൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും, നിസ്കരിക്കാത്തതിന് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടിയെ അടിച്ചിട്ടുണ്ട്? 10 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കില്ലേ?
അവർ നിങ്ങൾ കാണുക തന്നെ സുബഹിക്ക് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നില്ലേ? നിങ്ങൾ അവരെ വിളിച്ചുണർത്തിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ അതിന്റെ പേര് ശിക്ഷിച്ചിട്ടുണ്ടോ? മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്? ആ കുട്ടി സുബഹിക്ക് കിടന്നുറങ്ങുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല, അവൻ നന്നാകില്ലെന്ന് നിങ്ങൾ പരാതി പറയുന്നു. അവനെ നന്നാക്കണോ? എനിക്ക് ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഒറ്റ ഉപദേശമാണുള്ളത്. മുസ്ലിം കുടുംബത്തിൽ ചെയ്യേണ്ടത് സുബഹിക്ക് മുമ്പ് ഉണരുക, വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഉണർത്തുക, കുട്ടികളെ കൊണ്ട് സുബഹി നമസ്കരിപ്പിച്ച് ആ കുട്ടികളെ കൊണ്ട് ഒരല്പം പരിശുദ്ധ ഖുർആൻ ഓദിക്കുക. ആ സുബഹി നമസ്കാരവും ഒരല്പം ഖുർആനോത്തും ഈ കുഞ്ഞിന്റെ മനസ്സ് നന്നാക്കും. അത് കുടുംബത്തിൽ ബറക്കത്തുണ്ടാക്കും. അത് വീട്ടിൽ ഒരുപാട് അനുഗ്രഹം ചൊരിയും. നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അതോടുകൂടി തീരും. നേരെ മറിച്ച് സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങുന്നു, രാവേറെ ചെന്ന് നമ്മൾ ടെലിവിഷൻ കണ്ട് വീട്ടിൽ സമയം ചെലവഴിക്കുന്നു. ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ബറക്കത്തും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നന്നാവണോ? സുബഹിക്ക് വിളിച്ചുണർത്തി സുബഹി നമസ്കരിച്ച് അല്പം ഖുർആൻ ഓതാൻ അവസരം കൊടുക്കൂ. ഈ ശിക്ഷണം മാത്രം നിങ്ങൾ കുട്ടികൾക്ക് നൽകിയാൽ ദുഹർ, അസർ, ആ മഗ്രിബ്, ഇശാ പോലുള്ള എല്ലാ നമസ്കാരവും പിന്നീട് അവൻ നിർവഹിക്കും. അതോടുകൂടി ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളെയും നമസ്കാരം തടുക്കും. നിങ്ങളുടെ കുട്ടി തിന്മയിലേക്ക് പോകുന്നത് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് തടയാൻ പറ്റും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യിആത്ത്, എന്ത് തെറ്റ് കുട്ടിയുടെ കയ്യിൽ വന്നാലും നമ്മുടെ കയ്യിൽ വന്നാലും ഇന്നൽ ഹസനാത്ത്, ഈ നന്മയുടെ പ്രവർത്തനം തിന്മയെ പോക്കിക്കളയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, മാ സലകക്കും ഫീ സഖർ എന്ന് ചോദിക്കുമ്പോ, എന്തേ നരകത്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നവരാകരുത്. ആ ഒരു ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഈ നമസ്കാരമാകുന്ന പ്രവർത്തനം ജീവിത വിജയത്തിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തനമാണ്.